ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ദൗർഭാഗ്യകരമായ സംഭവമെന്നാണ് ജയിൽ ഉപദേശക സമിതി അംഗമായ എം രാജഗോപാൽ MLA പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ വിധേയമായി നടപടിയെടുത്തിട്ടുണ്ട്. ജയിൽ ചട്ടത്തിന്റെ സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണ് എന്നത് പലയിടത്തു നിന്ന് വരുന്നുണ്ട് അത്തരം അഭിപ്രായങ്ങൾ. അതേസമയം ജയിൽ ചട്ടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഉൾപ്പെടെയുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം. കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സമനില തെറ്റിയ പ്രതികരണം എന്നുകൂടി പറയുന്നു എം രാജഗോപാൽ. കൊടും കുറ്റവാളിയും ക്രിമിനലുമായ ഗോവിന്ദച്ചാമിയാണ് ജയിൽ ചാടിയത്. ജയിൽ സുരക്ഷയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സമഗ്രമായ അന്വേഷണം നടത്തി പരിശോധിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തണം. അതിൽ ഏറ്റവും രസകരമായ സംഭവം, ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ കേരളത്തിലെ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രതികരണം ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പ്രതികരണത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത് ചാടിയതോ അപ്പോൾ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും തൃക്കരിപ്പൂർ MLA-യുമാണ് അംഗങ്ങളായിട്ടുള്ളത് എന്നുള്ളതാണ് കൺക്ലൂഷൻ. അദ്ദേഹമാണെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു കുറച്ചു കാലം. ആ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം തന്നെ ഈ സമചിത്തത നഷ്ടപ്പെട്ടവനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.